ഒന്നാമത്തെ പ്രദോഷം കഴിഞ്ഞപ്പോൾ തന്നെ വിവാഹാലോചന വന്നു. രണ്ടാമത്തെ പ്രദോഷമായപ്പോൾ വിവാഹം നിശ്ചയമായി. മൂന്നാമത്തെ പ്രദോഷത്തോടെ ഏപ്രിൽ 12-ാം തീയതി എന്റെ വിവാഹമാണ്. ഞാൻ ക്രിസ്ത്യാനിയാണ്. ദൈവം എല്ലാം ഒന്നേ ഉള്ളെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നെ ഒരുപാട് പേര് കുറ്റം പറഞ്ഞു, നീ അമ്പലത്തിൽ പോകുന്ന എന്തിനാണ്, ഇപ്പോൾ ഇവിടെ വന്നിട്ട് പോലും പറഞ്ഞു. ഞാൻ പറഞ്ഞത് എൻ്റെ ആവശ്യം, എൻ്റെ തമ്പുരാൻ എനിക്ക് ഒന്നേ ഉള്ളൂ, എനിക്കറിയാം. എൻ്റെ പ്രാർത്ഥന കേട്ടു ദൈവം, അനുഗ്രഹമേ ഉള്ളൂ. തൊഴിലില്ലാതെ വിഷമിക്കുകയാണോ? ഒരു ഉണ്ണിക്ക് വേണ്ടി അലയുകയാണോ? കുടുംബജീവിതത്തിൽ സമാധാനത്തിന് വേണ്ടിയാണോ അലയുന്നത്? അതോ കടക്കണിയിൽപ്പെട്ട സകലതും തകർന്നു നിൽക്കുവാണോ നിങ്ങൾ? എന്തു വേദന കൊണ്ടാണോ നിങ്ങളുടെ മനസ്സ് പിടയുന്നത്? ഉറച്ചു പറയൂ, എൻ്റെ സങ്കടങ്ങൾക്ക് ശമനമുണ്ടാകണമേ എന്ന്. ശാസ്ത്രീയ സീസൺ 10 കണ്ടസ്റ്റൻ്റായിട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇടമനക്കാവ് ക്ഷേത്രത്തിലാണ്. ഭഗവാന്റെ വലിയൊരു ഭക്തനാണ്. ഭഗവാന് വലിയൊരു ശക്തിയുണ്ട്. നമ്മളിവിടെ വന്ന് പറയുന്നതെല്ലാം നടന്നു കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര വിശ്വാസമാണ് ഇവിടെ. അപ്പോൾ ഭഗവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുന്നത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. പട്ടാഴി വില്ലേജ് ആറാട്ടുപുഴ എന്ന് പറയുന്ന ആ ഗ്രാമത്തിലാണ് നമ്മുടെ അർദ്ധനാരീശ്വര ഭഗവാന്റെയും ഇടമനക്കാവ് നാഗ ദൈവങ്ങൾ കുടികൊള്ളുന്നതുമായ ക്ഷേത്രങ്ങളുള്ളത്. അല്ലയോ ഭഗവാനെ, അവിടുന്ന് ഏറ്റവും പ്രസന്നനായിരിക്കുന്ന ഈ പ്രദോഷത്തിൽ കൂടി എൻ്റെ ജീവിതത്തെ ശ്രേഷ്ഠമാകും വിധം ഞങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും അവിടുന്ന് കയ്യൊപ്പ് വയ്ക്കണമേ. അവിടുന്ന് കയ്യൊപ്പ് വയ്ക്കണമേ ഭഗവാനെ. മനസ്സ് നിറഞ്ഞെന്ന് പറഞ്ഞേ ഉറച്ചു പറയൂ, എൻ്റെ സങ്കടങ്ങൾക്ക് ശമനമുണ്ടാകണമേ എന്ന്. ഹര 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 മഹാദേവാ മഹാദേവാ ശങ്കര ശങ്കര. ഹൃദയത്തിൽ തട്ടി ഒന്ന് വിളിച്ചേ ശങ്കര എന്ന്. ശങ്കര മഹാദേവാ ശങ്കര ശങ്കര വിളിച്ചേ ശങ്കര ശങ്കര ശങ്കര. ഉറക്ക വിളിച്ചേ, ഹൃദയത്തിൽ തട്ടി വിളിച്ചേ, കൈവടിയരുതേ ഭഗവാനെ എന്നുറക്ക വിളിച്ചേ. ഭഗവാനെ, ഞാൻ അറിയാതെയും പരിചിട്ട് അറിഞ്ഞിട്ടും ചെയ്തുള്ളൊരപരാധമൊക്കെ ഉടനെ സർവം ക്ഷമസ്യ മഹാദേവാ. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ ഭഗവാനെ എൻ്റെ കയ്യിൽ നിന്ന് വന്നുപോയ സമസ്ത അപരാധത്തിനും അവിടുന്ന് എന്ത് ചെയ്യണം? മാപ്പു തരയണമേ. നമ്മുടെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. പത്തനാപുരം താലൂക്കിൽ പട്ടാഴി എന്ന് പറയുന്ന വില്ലേജിലാണ്. പട്ടാഴി വില്ലേജ് ആറാട്ടുപുഴ എന്ന് പറയുന്ന ആ ഗ്രാമത്തിലാണ് നമ്മുടെ അർദ്ധനാരീശ്വര ഭഗവാന്റെയും ഇടമനക്കാവ് നാഗ ദൈവങ്ങൾ കുടികൊള്ളുന്നതുമായ ക്ഷേത്രങ്ങളുള്ളത്. ബസ്സിൽ വരുന്നവർക്ക്, അതായത് കർണാടകത്തിൽ നിന്നായാലും കണ്ണൂർ നിന്നായാലും കോഴിക്കോട് നിന്നായാലും തൃശ്ശൂർ നിന്നായാലും വരാനുള്ള ഏറ്റവും എളുപ്പമായ മാർഗം എന്ന് പറഞ്ഞാൽ ബസ്സിൽ വരുവാണെങ്കിൽ പെരുമ്പാവൂർ വഴി കോട്ടയം വഴി ഇങ്ങ് കയറിപ്പോരുക. ചെങ്ങന്നൂർ വഴി കടന്ന് അടൂര് കഴിഞ്ഞ് ഏനാത്ത് ജംഗ്ഷനിൽ ഇറങ്ങുക. അവിടെ നിന്നും 2.5 കിലോമീറ്റർ കിഴക്കോട്ട് മാറിയാണ് നമ്മുടെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിന്ന് ബസ്സുണ്ട്, ഓട്ടോ പോലുള്ള മറ്റ് മാർഗ്ഗങ്ങളുണ്ട്. ട്രെയിൻ സൗകര്യമാണെങ്കിലും നമുക്ക് തന്നെയാണ്. ചെങ്ങന്നൂരാണ് നമുക്ക് ഏറ്റവും അടുത്ത സ്റ്റേഷൻ. കൊല്ലം ജില്ലയിലാണെങ്കിലും അപ്പോൾ നമുക്ക് ഏറ്റവും അടുത്തത് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുക. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു 5 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ KSRTC സ്റ്റാൻഡാവും. അവിടെ നിന്നും എപ്പോഴും ബസ്സുണ്ടാവും. 24 മണിക്കൂറും നമ്മുടെ KSRTCയുടെ എല്ലാ കാറ്റഗറിയിൽപ്പെട്ട ബസ്സുകളും ഈ വഴി കടന്നു പോകുന്നതാണ്, ഏനാത്ത് വഴി കടന്നു പോകുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ കന്യാകുമാരി, തിരുവനന്തപുരം ആ ഭാഗത്തുനിന്ന് വരുന്നവർക്കും ഇത് തന്നെയാണ്. ട്രിവാൻഡ്രം തമ്പാനൂർ വരിക. തമ്പാനൂർ KSRTC സ്റ്റാൻഡിൽ നിന്നും നമ്മൾ കൊട്ടാരക്കര വഴി കോട്ടയത്തേക്ക് പോകുന്ന ആ ഭാഗത്തേക്ക് പോകുന്ന ഏത് ബസ്സിൽ കയറിയാലും ഏനാത്ത് വന്നിറങ്ങുക. അവിടെ നിന്നും ഞാൻ മുന്നേ പറഞ്ഞ മാതിരി ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ. അതേപോലെ തന്നെ ചെങ്കോട്ട നിന്നൊക്കെ വരുന്ന ആൾക്കാർക്ക് പുനലിക്കോട് വഴി കടന്നു വരാം. പിന്നെ കുമിളി ആ ഭാഗത്തു നിന്നുള്ള പത്തനാപുരം വഴി കറങ്ങി നമ്മുടെ ഈ ജംഗ്ഷനിൽ തന്നെ വരാം. ഏത് നിലയ്ക്ക് നോക്കുക. അതുപോലെ കൊല്ലത്തു നിന്ന് വരുന്നവർക്ക് കൊട്ടാരക്ക് ഞാൻ ഈ പറഞ്ഞ മാതിരി മൈലം വഴി പട്ടാഴി വരുന്ന ആ റൂട്ടിൽ വരാം. അല്ലെങ്കിൽ അവർക്ക് കൊട്ടാരക്കര നിന്നും ഏനാത്തിറങ്ങി ഞാൻ മുന്നേ പറഞ്ഞ മാതിരി അങ്ങനെ ഉള്ള സൗകര്യം ഉപയോഗപ്പെടുത്തി ക്ഷേത്രത്തിൽ വരാൻ പറ്റും. വിവാഹത്തിന് വേണ്ടിയായിരുന്നു ഞാൻ പ്രദോഷം എടുത്തത്. ഒന്നാമത്തെ പ്രദോഷം കഴിഞ്ഞപ്പോൾ തന്നെ വിവാഹാലോചന വന്നു. രണ്ടാമത്തെ പ്രദോഷമായപ്പോൾ വിവാഹം നിശ്ചയമായി. മൂന്നാമത്തെ പ്രദോഷത്തോടെ ഏപ്രിൽ 12-ാം തീയതി എൻ്റെ വിവാഹമാണ്. ഉറച്ച വിശ്വാസം. ഞാൻ തിരുമേനിയോടൊന്ന് പറഞ്ഞായിരുന്നു, എനിക്ക് പൂജയ്ക്ക് പോലും മുടക്കാനെ കൊണ്ട് എൻ്റെ 1 രൂപ പോലും എടുക്കാനില്ലെന്ന് പറഞ്ഞാണ് ഇവിടെ വന്നത്. തിരുമേനി എന്നോട് പറഞ്ഞ് അത് സാരമില്ല, പൈസ ഇല്ലെങ്കിലും വന്ന് പൂജയെ പങ്കെടുത്താൽ മതിയെന്ന് പറഞ്ഞ് അന്നോട്ട് മുടങ്ങാതെ 6 പ്രദോഷവും ഞാനെടുത്ത്. 6ാമത്തെയാണ്. എനിക്കൊരു കടയുണ്ടായിരുന്നു. 1 രൂപ പോലും, ഒരു 150 രൂപ പോലും എടുക്കാൻ കച്ചവടം ഇല്ലാത്തൊരു ഇതായിരുന്നു. ഞാൻ ഇവിടെ നിന്ന് ഇപ്പോൾ 6ാമത്തെ പ്രദോഷ പൂജ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കിപ്പോൾ നല്ല കച്ചവടവും കാര്യങ്ങളും എല്ലാം ആയി. എനിക്കിപ്പോൾ ഒരു കഷ്ടമില്ല, സങ്കടങ്ങളെല്ലാം എൻ്റെ മാറി. ഭഗവാനെ ഉറച്ച് വിശ്വസിക്കുമോ. ഞാൻ 2 കാര്യം മനസ്സിൽ ഉദ്ദേശിച്ചത്. ഒരു കാര്യം എൻ്റെ നടന്ന് കിട്ടിയിട്ടുണ്ട്, അടുത്തത് നടക്കുമെന്ന് എൻ്റെ പ്രതീക്ഷ. ഭഗവാൻ എന്നെ കൈവിടത്തില്ലെന്ന് എനിക്ക് നല്ല വിശ്വാസമാണ്.
മനസ്സ് നൊന്ത്. ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ് കംപ്ലീറ്റ് പോയി. കാരണം കടത്തിൻ്റെ മേളിൽ കടവും ഒരുപാട് ബാധ്യതയും ഒക്കെ ഉള്ള പൈസകൾ കംപ്ലീറ്റ് തീർന്നു. വഴിമുട്ടിൻ്റെ സമയത്ത് ഞാൻ ഒരുപാട് ദൈവങ്ങളെ വിളിച്ചു. എൻ്റെ തിരുമേനിയെ വന്ന് കണ്ടതിന് ശേഷം ഭഗവാനോട് എൻ്റെ പ്രാർത്ഥന കരഞ്ഞ് പറഞ്ഞു. ഭഗവാനെ കണ്ട് തൊഴുത് പുറത്തിറങ്ങിയപ്പോൾ എനിക്ക് വിളി വരുന്നു. എന്നെ തള്ളിപ്പറഞ്ഞു. എൻ്റെ ബിസിനസ് തരത്തില്ല, വേറൊരാൾക്ക് കൊടുത്തു. എന്നെ വിളിച്ച് പറയും, അത്യാവശ്യം നീ പറയണം, എനിക്ക് ഇന്ന സാധനം ഇന്നോട്ട് എനിക്ക് ഇറക്കണമെന്ന് പറഞ്ഞു. അതിറങ്ങി രണ്ടാമത് എനിക്ക് സുഡോട്ടയുടെ പരിപാടിയാണ്, ബിസിനസ്. അത് ഇറക്കി തീർന്നു. അടുത്ത വിളി വരുന്നു, ഇന്നടത്തേക്ക് ഇത്ര കട്ട വേണം. എനിക്ക് എൻ്റെ ഭഗവാനെ എത്ര പറഞ്ഞാലും എനിക്ക് നന്ദി പറഞ്ഞാലും തീരത്തില്ല. അതുകൊണ്ട് എൻ്റെ ഭക്തജനങ്ങളെ, ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ്. എൻ്റെ പേര് ജോയി എന്നാണ്. ഞാൻ പള്ളിയിൽ പോകുന്ന ഒരാളാണ്. ഇവിടെ വന്ന് എനിക്ക് തിരുമേനിയോട് ഞങ്ങൾക്ക് സങ്കടം പൊട്ടിക്കരഞ്ഞു. അതിനുശേഷം എനിക്ക് ഇന്ന് വരെ ഈ 2-3 ആഴ്ച കൊണ്ട് എൻ്റെ ഒരുപാട് മാറ്റം ഉണ്ടായി. എൻ്റെ ബുദ്ധിമുട്ടിലൊക്കെ കുറേശ്ശെ എൻ്റെ തമ്പുരാൻ, എൻ്റെ ഭഗവാൻ എനിക്ക് അനുഗ്രഹിച്ചു. ഇതുകൊണ്ട് എൻ്റെ ഭക്തജനങ്ങൾ എൻ്റെ ഭഗവാനെ എത്രമാത്രം മുറുകെ പിടിക്കാമോ എൻ്റെ ഭഗവാനെ പിടിച്ചോ, ഒരു ദോഷവും വരത്തില്ല. ഞാൻ എൻ്റെ മരണം വരെ എനിക്ക് നടക്കാൻ ആകുന്ന കാലത്ത് ദൈവം തരുന്ന ആയുസ്സും ആരോഗ്യം തരുന്നിടത്തോളം കാലം ഞാൻ എൻ്റെ ഭഗവാനെ കാണാൻ വന്നിരിക്കും. എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞാൻ വരും. അതിൻ്റെ അനുഗ്രഹം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ 1001 പ്രാവശ്യം ഏത്തമിട്ട് ഞാൻ പറയുന്നത് എൻ്റെ ഭഗവാനെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അത്ര ഞാനൊരു ക്രിസ്ത്യാനിയാണ്. ദൈവമെല്ലാം ഒന്നേ ഉള്ളെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നെ ഒരുപാട് പേര് കുറ്റം പറഞ്ഞു, നീ അമ്പലത്തിൽ പോകുന്നത് എന്തിനാണ്, ഇപ്പോൾ ഇവിടെ വന്നിട്ട് പോലും പറഞ്ഞു. ഞാൻ പറഞ്ഞത് എൻ്റെ ആവശ്യം, എൻ്റെ തമ്പുരാൻ എനിക്ക് ഒന്നേ ഉള്ളൂ. എനിക്കറിയാം, എൻ്റെ പ്രാർത്ഥന കേട്ടു ദൈവം, അനുഗ്രഹമേ ഉള്ളൂ. ഈ 3-ാമത്തെ പ്രദോഷത്തിന് വന്നപ്പോൾ എൻ്റെ കുടുംബത്തിന് നല്ല ഐശ്വര്യങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എനിക്ക് എൻ്റെ ജീവൻ കിടക്കുവോളം ഞാനിവിടെ വന്ന് ഈ പ്രദോഷത്തിൽ ഞാൻ പങ്കുചേരും. ആ കുടുംബത്തിന് ഇതുപോലുള്ള ഒരു അമ്പലവും പരിസരവും ഇവിടെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പല അമ്പലങ്ങളിലും പോയിട്ടുണ്ടെങ്കിൽ തന്നെയും ഇതുപോലത്തെ ഒരു മനസ്സിന് കുളിർമ തരുന്ന, സന്തോഷം തരുന്ന, സംതൃപ്തി തരുന്ന ഒരു അനുഭവം മറ്റെങ്ങും ഉണ്ടായിട്ടില്ല. ഇപ്പം ഇവിടെ വന്നതിന് ശേഷം എനിക്കിപ്പോൾ അടുപ്പിച്ച് വർക്കുകളൊന്നും തീരുന്നതിന് മുമ്പ് അടുത്ത വന്നുകൊണ്ടേ ഇരിക്കുക. ഈ ആഴ്ച കൊണ്ട് തന്നെ 4 വർക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു, അതെല്ലാം മാറിക്കിട്ടി. സാമ്പത്തികപരമായിട്ട് വീട്ടിൽ ആഹാരത്തിൻ്റെ പ്രശ്നങ്ങൾ, എനിക്ക് 5 അറ്റാക്ക് വന്ന ഒരാളാണ്. ബൈപ്പാസ് ചെയ്യാൻ പറ്റത്തില്ല, ആൻഡ്രോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റത്തില്ല, പിന്നെ ഹാർട്ടിലോട്ട് പമ്പിങ് കുറവായിരുന്നു. അത് ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഡോക്ടറെ അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ ഡോക്ടർ തന്നെ എക്കോ എടുത്തപ്പോൾ പുള്ളി പറഞ്ഞിരിക്കുന്നത് പമ്പിങ് കൂടുതലായിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് ആ പമ്പിങ് കൂടുതലായത്. ഞാൻ ഒരു ദിവസം പോലും മുടങ്ങാതെ 28 ഗുളിക കഴിക്കുന്ന ആളാണ്. ഇപ്പം തന്നെ ആ ഗുളികയുടെ ഇത് ഡോക്ടർ കുറച്ചിട്ടുണ്ട്. എന്നെ ഭഗവാനാണ് ഇത്രയും വരെ എത്തിച്ചു കൊണ്ടുവന്നത്.